വീഡിയോ എടുക്കല്ലേ ഇല്ലേ? അയ്യോ കണ്ണനില്ലേന്ന് അതുകൊണ്ട് വീഡിയോ എടുക്കൽ നിർത്തി വെച്ചു, മാറ്റി വെച്ചു കേട്ടോ. ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കണില്ല. കണ്ണൻ പറയണേ കണ്ണൻ ഉറക്കം വരുന്നെന്ന്. ഉറക്കം വരുന്നുണ്ടാ? ഉറക്കം വരുന്നുണ്ടാ? ചെറു ബൈ ഇത് പറഞ്ഞേ, സ്വാഗതം പറഞ്ഞേ, സ്വാഗതം പറഞ്ഞേ. ഇല്ല ഞങ്ങൾ ഉറങ്ങാൻ പോവാ. കൈ പൊക്കിയേ, സ്വാഗതം പറഞ്ഞേ, സ്വാഗതം പറഞ്ഞേ, സ്വാഗതം. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കണ്ണെന്ന് ഉറക്കം വരുന്നുണ്ട് കേട്ടാ. അവൻ്റെ ഈ ഒരു സമയത്ത്, ഇതിപ്പോൾ ഉച്ച സമയമാണ് കേട്ടോ, ഈ ഒരു സമയത്ത് ആൾക്ക് ഇങ്ങനെ ഒരു ഉറക്കം തോന്നല്ലേ? അന്ന് ഉച്ചയ്ക്ക് ഉറക്കമൊന്നുമില്ല. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അറേ എല്ലാവരോടും ഉറങ്ങാനാ? സ്വാഗതം പറഞ്ഞേ, സ്വാഗതം പറഞ്ഞേ, സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. കൈപ്പൊക്കടു സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ വീഡിയോസ് ഒന്നും ചെയ്തിരുന്നില്ല കേട്ടോ. വേറെ ഒന്നുമില്ല, എന്നും ഇങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു. കല്യാണിക്കുട്ടിക്ക് കുറേ ദിവസങ്ങളായി നമ്മുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, കുറേ ദിവസങ്ങളായിട്ട് ആൾക്ക് ആദ്യം ഭയങ്കര ചുമയും അലർജിയുടെ പ്രശ്നങ്ങളും, അതൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിൽ വയറിന് സുഖമില്ലാണ്ടായി. അങ്ങനെ എന്നും ഹോസ്പിറ്റലിൽ ജൂബിലിയിലൊക്കെ കൊണ്ട് നടക്കലായിരുന്നു. 2-3 പ്രാവശ്യം ഞങ്ങൾ പോയിട്ടോ. കാരണം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു ദിവസം കണ്ടത് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ എനിക്കും ഒരു സുഖക്കുറവൊക്കെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴും നമ്മൾക്ക് മൊത്തത്തിൽ നമ്മുടെ വീട്ടിലത്തെ അന്തരീക്ഷം സുഖമില്ലെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനായിട്ട് തോന്നില്ല. അപ്പം പിന്നെ എനിക്കും വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഇടാനും ഒന്നുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല മൊത്തത്തിൽ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഇല്ലാണ്ടിരുന്നത്, അല്ലേ ഏണ്ണാ? അപ്പോൾ കുറേ പേരൊക്കെ പേഴ്സണലി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, കണ്ണന് ഓക്കെ അല്ലേ, കണ്ണന് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, വയ്യായ്കളൊന്നും ഇല്ലല്ലോ, വീഡിയോ എന്താ ഇല്ലാത്ത, വീഡിയോ കാണാണ്ടാവുമ്പോൾ ടെൻഷനാവുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഞാനും അതേട്ടെ, എനിക്കൊരു തെറ്റ് പറ്റി, എനിക്കൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാൽ മതിയായിരുന്നു, നിങ്ങളിവിടെ ഓക്കെ ആണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അതൊരു സമാധാനമാവുമായിരുന്നു. പക്ഷെ എനിക്കത് ഇടാനും തോന്നിയില്ല കേട്ടോ. പിന്നെ ഇൻസ്റ്റയിലൊക്കെ ചെറിയ ചെറിയ റീൽസൊക്കെ ഇങ്ങനെ ഇട്ടായിരുന്നു, എന്നാലും അങ്ങനെ കുറവായിരുന്നു, മൊത്തത്തിൽ കുറവായിരുന്നു. പിന്നെ വേറൊരു സന്തോഷം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കുറേ ദിവസങ്ങളായി ആയിട്ട്, ഇപ്പോൾ സംതിങ് കൂടി ആയിട്ടുണ്ട്, 2 ലക്ഷത്തി സംതിങ് ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. ഏതാണ്ട് ഒരു വർഷത്തോളമൊക്കെ വേണ്ടി വന്നു എന്ന് തോന്നുന്നു 1 ലക്ഷം കൂടാനൊക്കെ ആയിട്ട്. എന്നാലും സബ് കൂടുമ്പോൾ നമുക്കതൊരു സന്തോഷം. ഹലോ അപ്പോൾ എന്താ പറയുക, ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ വേണ്ടി ഞാൻ പെട്ട പാട് എനിക്കറിയാം നല്ല പോലെ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആ മോണിറ്റൈസ് ആയി കിട്ടാനും അങ്ങനെ ഓരോ ഉയർച്ചകൾക്കും വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് ഞാനിങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തന്നെ ആയിരിക്കും എൻ്റെ ഒരു ഭയങ്കരമായൊരു അതിലേക്ക് തന്നെ ഞാനിങ്ങനെ മുഴുകിപ്പോകും. അപ്പം അങ്ങനെ കുറേ നാൾ നമ്മുടെ ചാനൽ എന്നുള്ള തലയിൽ ഇങ്ങനെ കയറിയിട്ട് കുറേ അതിലേക്ക് ഇങ്ങനെ മുഴുകി നടക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ ഞാൻ അതിൽ നിന്നൊക്കെ ഒന്നിങ്ങനെ അങ്ങനെയുള്ള സ്വഭാവങ്ങളിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ആയിരിക്കും നമുക്കിങ്ങനെ ടെൻഷൻസ് ആയിട്ടൊക്കെ ഇങ്ങനെ വരിക. അപ്പോൾ പിന്നെ അതിലേക്കായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഇതുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു, അല്ലേ ഏണ്ണാ? പിന്നെ ഇടയിൽ ഞങ്ങൾ ജാനിയുടെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു കേട്ടോ. ജാനിയുടെ കഴിഞ്ഞ ദിവസമായിരുന്നു ജാനിയുടെ ബർത്ത്ഡേ. അപ്പോൾ അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയാൽ ഇപ്പോൾ ആളുകൾ ഇരിഞ്ഞാലവിടയിലൊക്കെ പോയാലാണെങ്കിലും, നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നാലും തുണിക്കടയിൽ ചെന്നാലും എന്തിനു പറയണോ, കുഞ്ഞു ഏതെങ്കിലും കടയിൽ ചെന്നാൽ പോലും, അല്ലെങ്കിൽ എവിടെ ഹോസ്പിറ്റലിലായിക്കോട്ടെ എവിടെ ചെന്നാലും നമ്മളെ തിരിച്ചറിയുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ എന്നെ കാണുമ്പോൾ പലർക്കും മനസ്സിലാവുന്നില്ല. എനിക്ക് ഈ വീഡിയോയിൽ കാണുന്നത് നേരിട്ട് കാണുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ കണ്ണനെ കാണുമ്പോൾ എല്ലാവർക്കും വേഗം മനസ്സിലാവട്ടെ. കണ്ണനെ കാണുമ്പോഴേക്കും ആളുകൾ ഇങ്ങനെ ഓടി വരും, കണ്ണനില്ലേ, കണ്ണൻകുട്ടിയില്ലേ ഏതൊക്കെ ചോദിച്ചിട്ട് ഓടി വരും. ആരാ കണ്ണൻകുട്ടി? നീ കട നോക്കണ, ക്യാമറ എവിടെ ഇരിക്കണ? നീ കട നോക്കണ, ക്യാമറ എവിടെയാ? കണ്ണന് ഉറക്കം വരും. അപ്പം ഞാൻ ഉറക്കട്ടെ കണ്ണന്. ഈ നേരത്തോടെ ഇങ്ങനെ ഉറക്കം വരല് പോലെയാ. ചോറുണ്ടായിരുന്ന നേരമൊക്കെ ആൾക്ക് ഇങ്ങനെ ഒരു ഉറക്കം വേണ്ട, ഉറക്കട്ടെ കണ്ണന്. കണ്ണനിങ്ങനെ എവിടെയെങ്കിലും പോരുന്നിട്ട് നമ്മളിങ്ങനെ ഉറക്കാന്നൊക്കെ പറയുമ്പോഴേ അവൻ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഒരു ചിരി ഉണ്ട് കേട്ടോ, കള്ളച്ചിരി കണ്ട ഇതന്നെ.
അയ്യോ കണ്ണമാവ് ഉറങ്ങി. നിങ്ങളോട് ആരോടും മിണ്ടണില്ലേ? കണ്ണമാവ് ഉറങ്ങി. കണ്ണമാവ് ഇത് ചിരിച്ചുറങ്ങണ്. കണ്ണമാവ് ചിരിച്ചു. അപ്പൊ ഇനി നമ്മുടെ വീഡിയോസ് പറ്റാവുന്ന പരമാവധി ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയിച്ചും കൊണ്ടിരിക്കും കേട്ടോ. അല്ല കണ്ണ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് മുടങ്ങുമ്പോൾ ഞാൻ പിന്നെ വന്ന് പറയുന്ന കാര്യമാണ് ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോസ് ഒക്കെ ഇടും എന്നുള്ളത്. പക്ഷെ റെഗുലറായിട്ട് ആരും പ്രതീക്ഷിക്കരുത്. പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോസ് ഇടാം. നിങ്ങളെക്കാളും ആവശ്യം എൻ്റെ തന്നെയാണ്. നമ്മുടെ ചാനൽ ഇത്തിരി കൂടെ ഉയരങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇട്ടും കൊണ്ട് തന്നെ ഇരിക്കണം. പക്ഷെ എൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെയാണ് എനിക്ക് പറ്റാതാവുന്നത്. അപ്പം അതിനൊക്കെ എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലേ? കണ്ണൻ എന്തായാലും വലിയ ഉഷാറില്ലേ? കണ്ണൻ ചിരിയാണ്. ഉറക്കം വരുന്നുണ്ടെങ്കിൽ കണ്ണൻ ചിരിച്ചും കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉറക്കം വരേണ്ട ഒരു ക്ഷീണാണല്ലോ. അത് അവനങ്ങനെ ഉറങ്ങാനുള്ളൊരു ഇതൊന്നുമല്ല. കൊണ്ടേ കെടുത്താലൊന്നും ഉറങ്ങൊന്നുമില്ല. നോക്കി ഇങ്ങനെ ഇരുന്ന ആരെങ്കിലും ഉറങ്ങോ? ഈ 32 കൊല്ലം കാണിച്ചിരുന്ന ആരെങ്കിലും ഉറങ്ങോ? കണ്ണുറങ്ങിയേ കാരണം അത് വീഡിയോ എടുക്കണെന്ന് പറയുമ്പോൾ ആ സന്തോഷമാണ് ആ കാണുന്നത്. പക്ഷെ ആൾ കുറക്കം വേണ്ടി കണ്ണുറക്കാനും പറ്റുന്നില്ലേ? അപ്പോൾ രണ്ടവസ്ഥകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്തോഷമുണ്ട്, ഉറക്കം വരുന്നുണ്ട്. സന്തോഷത്തിൻ്റെയാണ് ആ ചിരി മുഴുവൻ. എന്തായാലും ഞാൻ കണ്ണനെ ബുദ്ധിമുട്ടിപ്പിക്കണില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോസൊക്കെ ഇനി എല്ലാവരും മുടങ്ങാണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ ടാറ്റ കൊടുത്തേ. സ്വാഗതം പറഞ്ഞില്ലേ? ടാറ്റയെങ്കിലും കൊടുക്കണോ?